വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മളെപ്പോഴും പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പം ഐഫോൺ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് ഇതെന്താണ് പുറകിക്കണം ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാർ. എന്തായാലും എനിക്ക് ഐഫോൺ തന്നെയായിരുന്നു കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കാൻ താല്പര്യം. പക്ഷേ S23 ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ വേരിയേഷൻ എന്ന് വെച്ചാൽ കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അതെനിക്ക് വേണ്ടായിരുന്നു ആ കളർ വ്യത്യാസം. ഇനി എന്തെങ്കിലും ആട്ടെ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഐഫോൺ ഒരു S23. പക്ഷെ എന്നാലും എനിക്ക് പിന്നെ ഒരു ഫോണും കൂടി വേണം. ഒന്നും ആയാലും പിന്നെ എൻ്റെ ക്യാമറ എടുത്തുകൊണ്ട് ഞാൻ പോകേണ്ടി വരും. എന്തായാലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയുള്ള വേറെ കുറച്ച് ചിലവും പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണം. ക്യാഷ്വലായിട്ട് 1-2 നിക്കർ മേടിച്ചിട്ട് വരട്ടെ ഞാൻ. ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ഇടാൻ നോക്കിയിട്ട് ഡ്രസ്സ് കിട്ടുന്നുമില്ല. എനിക്ക് ഇറിറ്റേഷൻ ആവുമ്പോൾ ഡ്രസ്സ് കിട്ടില്ലെങ്കിൽ എന്തായാലും വേണ്ട. എടി ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് എൻവലപ്പ് അതെല്ലാം കൂടി വേണം. അത് നമുക്ക് വഴി വെച്ച് മേടിക്കും. എടാ JB പെട്ടെന്ന് വാടാ. എത്ര നേരമായിട്ട് വിളിക്കാൻ കയറിയിരിക്കുമോ നീ? ഇതെന്താ അവന് വേണ്ടി ഷർട്ട് ആൻ ചെയ്ത് കൊടുക്കുവാണോ? അവനെ ഒരിക്കലും ചെയ്യാറില്ല സ്വന്തമായിട്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് ചെയ്തതല്ല. ഞാൻ പലപ്പോഴും ചെയ്യുന്നത് മിക്ക പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന. അവൻ ഇതൊരു പ്രാവശ്യം തേച്ചിട്ടുണ്ടോ ഒരു ഷർട്ട്? അപ്പോൾ തേച്ചിട്ടില്ല. അവൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ല. അവനിലോട്ട് കൊടുക്കുന്ന അച്ഛൻ ചെയ്യുന്നത് എപ്പോഴും ചെയ്തു കൊടുത്താൽ ഒരു പ്രാവശ്യം ചെയ്യാൻ പോലും അറിയത്തില്ല അവന്. എന്തുവാടാ അമ്മയുടെ ഷൂ അച്ഛന് കൊടുത്ത് അച്ഛന്റെ ഷൂ ഇപ്പൊ നീ ഇടുന്ന? ഇതിന്റെ ഉത്തരം ഒരു വട്ടം അമ്മോന് തന്നതല്ലേ? എന്ത് പിന്നെ ചോദിച്ചു വാങ്ങിക്കാതെ എന്ത് ഇതും കൂടെ അച്ഛൻ്റെ എന്ന് പറ. ഇപ്പൊ നമുക്ക് പോയിട്ടില്ല. നമുക്ക് ഐഫോൺ S23 നോക്കിയിട്ട് വരാം. വാടകയ്ക്ക് എടുക്കേണ്ടത്. പിന്നെ അതിനകത്ത് എത്ര മൈക്ക് കവറുകളുണ്ടെന്ന് അതൊന്നും നോക്കിയിട്ട് വരാം. അവിടെ ആൾക്കാരുണ്ടായില്ലെന്ന് എനിക്ക് ഉറപ്പില്ല. മോസ്റ്റ്ലി കാണുന്ന ഈ സമയം സാധാരണ. അപ്പം നമുക്കത് പോയി നോക്കിയിട്ട് വരാം. പിന്നെ വേറെ ഏതെങ്കിലും ക്യാമറ പറ്റുവാന്നും കൂടി നോക്കാം. പക്ഷേ ക്യാമറ ബൾക്കി ആയിരിക്കും. അതാ കുഴപ്പം. ക്യാമറ ഐഫോണിൻ്റെ അത്ര നേരം നിൽക്കത്തുമില്ല ചാർജ്. അപ്പം എന്തായാലും നോക്കട്ടെ. എടാ പെട്ടെന്ന് വാടാ. ഓൾറെഡി ലേറ്റ് ആടാ. നീ കൊലാബറേഷൻ്റെ മെയിൽ വന്നുകൊണ്ടിരിക്കും ഓരോന്ന് മാറി മാറി. നല്ല കാര്യം. ഗുഡ് ഫോർ യു. ഞാൻ പക്ഷെ മിക്കതും റിജക്റ്റ് ചെയ്യുക. ഗുഡ് ഫോർ ദം. അവനവിടെ ഉണ്ടായില്ലെന്ന് ഞാൻ വിളിച്ച് നോക്കിയിട്ട്. ഫുൾ വഴി പൊടി കാരണം കണ്ണ് എരിയുന്നു. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആ ചാലഞ്ച് ചെയ്യാൻ എന്തായിരിക്കും? അപ്പം ആ സമയത്ത് നോക്കാം. എൻ്റെ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഏതാണ്ട് ഏതോ കിളിയുടെ കൂട് കണക്കെ ഉണ്ട്. ചകിരിന്ന് പറയാം അങ്ങനെ ആയിട്ട് കൊടുക്കാതെ സെക്യൂരിറ്റി അവിടെ. അവനിവിടെ ഇല്ല. പിന്നെ എന്തിനാ ഇത്ര ദൂരം ഓടിച്ചോണ്ട് വന്നേ? ഇപ്പം അവൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇറങ്ങിയപ്പോൾ വിളിച്ചു ചോദിച്ചില്ലേ? ഇല്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ അവൻ തിരിച്ചു വരും. അപ്പോൾ ആ സമയത്ത് മറ്റേ ഡ്രസ്സ് എനിക്ക് ആ സമയത്ത് നമുക്കൊരു കാര്യം എനിക്ക് മുടി വെട്ടാനുണ്ട്. മുടി വെട്ടാൻ എനിക്ക് ഡ്രസ്സ് നോക്കാനുണ്ട്. ഡ്രസ്സ് നോക്കിയിട്ട് വരാം. എനിക്ക് ഡ്രസ്സ് നോക്കാം. ഇവൻ S23 കൊണ്ടുവരും. ഏതപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം. അവൻ 1.5 മണിക്കൂർ വിളിക്കുമായിരിക്കും. ആ സമയത്ത് നമുക്ക് തിരിച്ചു ഇറങ്ങിയിട്ട്. എന്താടാ ഇതെന്തോ ഇത്? പ്രാവിന്റെ തീട്ടത്തിന്റെ സ്മെല്ല്. പ്രാവിന്റെ തീട്ടത്തിനകത്ത് എന്ത് വിത്തിയുടെ സ്മെല്ല്? തലയൊക്കെ കഴിയും. എപ്പോഴും തലയൊക്കെ കഴിയുന്ന പ്രാവ് മുട്ടയിട്ടാണോ അതിനകത്ത് എവിടെയെങ്കിലും? എന്നാ വെച്ചോ. നിന്റെ ഹെൽമെറ്റ് എന്താ അങ്ങനെ ചട്ടി കണക്ക്? അത് തന്നെ മൺചട്ടി പോലും ഉണ്ട്. ഇത് എന്ത് കളി? ആ ഹെൽമെറ്റ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് നോക്കേണ്ടത് വല്ല ഷർട്ട് ടീഷർട്ട് ചെറിയ നിക്കർ നോർമലായിട്ട് വീട്ടിലിടാൻ പറ്റുന്ന അത്ര മാത്രം മതിയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം ഇവിടെ എക്സ്ട്രാ പർച്ചേസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു വട്ടം ഇത് നോക്കാം. എന്ത് മിഠായി എന്തിനു നോക്കുന്നത്? അത് എക്സ്ട്രാ പർച്ചേസ് ആണ്. അത് വേണ്ട. ഒരു ട്രൈ സാമ്പിൾ നോക്കുന്നതിന് പൈസ കൊടുക്കണ്ട. സാമ്പിൾ നോക്കണം. ഇത് മറ്റേ ഷോർട്സ് വീഡിയോ അല്ല. ആൾക്കാർ വന്നിട്ട് പിള്ളേർ വന്നിട്ട് ഒരേ സാമ്പിൾ നോക്കില്ല. സാമ്പിൾ നോക്കിയിട്ട് ഇറങ്ങിയിട്ട് വരാം. അത്രേ ഉള്ളൂ. ഷോർട്സ് വീഡിയോ അല്ല. എന്തിനാ നീ കയറുന്ന അറിയത്തില്ല. എന്നാ ചേച്ചി കണ്ടിട്ടുള്ളതുകൊണ്ട് എന്റെ ഫാൻ JMP ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട്. എന്റെ പേര് എല്ലാം അറിയാവുന്നതുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് വന്നേ കേട്ടോ. നല്ല കണക്കാരുണ്ട്. ഫ്രീ ആയിട്ട് വന്നിരിക്കും. ഇതിന് മാത്രം പൈസ. ഇവിടെ ഒരിക്കലും വലുതായിട്ട് എനിക്ക് ഡ്രസ്സൊന്നും കിട്ടില്ല. പിന്നെയും വന്നിരിക്കുക. നോക്കിയിട്ട് പോവാം. വല്ലതും കാണുമായിരിക്കും. നിങ്ങൾക്ക് തോന്നിയാലോ മേടിച്ച് കാണുമെന്നാ? സർപ്രൈസ്. ഒന്നും മേടിച്ചില്ല. ഈ മോളിന്റെ മുഖത്ത് ഒരു ഷൂട്ടിംഗ് അറിയാൻ വന്ന് കണ്ടായിരുന്നു, കേട്ടായിരുന്നു. ഇവിടെ കോട്ടിംഗ് ഷോപ്പൊക്കെ ഉണ്ടല്ലോ. എന്ത് വേണം? ആർച്ചറി വേണോ? ഇത് വേണം? എന്ത് വെള്ളം ചെയ്യും. നല്ല ബലൂൺ പൊട്ടിയാൽ മതി. കണ്ണൊക്കെ മീഡിയോ ആർച്ചറി പോവാം. ഒന്നടക്കം ഒന്നിനാണ് നോക്കിയൊക്കെ. ഇത്ര പവർ ഉണ്ടായിരുന്നു ഇതിന്? അത് നെഞ്ചത്ത് കയറി ഇരുന്നതിനാ. ഒരു ബലൂൺ പൊട്ടുവാ. പൊട്ടിച്ച് കാണിച്ചു തരാം. ഓ ഞാൻ ഉന്നം വെച്ചാൽ പോറച്ചില്ല. പക്ഷെ കൊണ്ടുവന്നില്ല. കുരുക്ഷേത്രത്തിൽ അർജുന ഉന്നം ഉണ്ടായിരുന്നു. നോക്കാം ഉണ്ടാവും. അർജുന നീ ഇത് പഠിപ്പിക്കുന്നു വേണ്ട. ഇതെങ്ങനെ ഇങ്ങനെ പിടിക്കും? ഇങ്ങനെ പിടിച്ചാൽ മതി. എവിടെ നോക്കേണ്ടത്? ആണക്കീടാണ് അർജുന്റെ പേര് കളയാൻ വേണ്ടി. ഇടിയൊക്കെ കൊള്ളാം, പക്ഷെ വിടുന്നില്ലല്ലോ. പ്രാവശ്യം കറക്റ്റാ. ഉന്നെ എടുക്കാൻ ബുദ്ധിമുട്ട്. എവിടെ നോക്കുന്നു മനസ്സിലാവുന്നില്ല. പറഞ്ഞ ബലൂൺ തന്നെ പൊട്ടിയല്ലേ? ഗോഡാണ് ഞാൻ പറഞ്ഞത്. ഗെയിം കളിക്കുന്നതൊക്കെ വെറുതെ ആയില്ല. ഏത് ബലൂണോ പറ ആദ്യം? വൈറ്റ്. ഏത് വൈറ്റ്? ഓറഞ്ചിന് അടിയുള്ള. ഓറഞ്ചിന് അടിയിലുള്ള
എന്ത് കുഴപ്പമുണ്ട്? ഇത് ഫുള്ള് ഞാൻ ഒട്ടിക്കൂ കേട്ടാ. കമ്പാരിറ്റീവ്ലി മഹാ ഈസി ആയത്. അത് ഭയങ്കര ഈസിയാണ്, അത് ഒടുക്കത്തെ ഈസിയാണ്. ഒരെണ്ണം പൊട്ടിച്ചതിന്റെ സന്തോഷമായിരുന്നു. അത് കുറച്ച് താത്തിയാ മതി. ആ കറക്റ്റ് ഏവില്ലേ, കുറച്ച് താത്തിയാ മതി കേട്ടാ. അത് ഇങ്ങനെ പോകുന്നു ട്രജക്ടറി, കുറച്ച് താത്തി പിടിച്ചാണ്. ആ മോൻ വെച്ചിട്ട് പോകും, മോനെ പറ്റത്തില്ല. അവൻ്റെ എങ്ങനെയാണെന്ന് നോക്കിയാനകത്ത് കാണാൻ. ഇവൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പം ചിലവാ. ഗെയിമിംഗ് സെഷൻ കഴിഞ്ഞ് ഒരു പിസ്റ്റൽ മാത്രമേ എനിക്ക് പറ്റാത്തേ ഉള്ളൂ. അത് പിന്നെ ആ പിസ്റ്റലിൻ്റെ കുഴപ്പമാണ്. ഇനി വേറെ നമുക്ക് വേണ്ടത് ഇതാണ്. വേറെ ഇപ്പം എന്തായാലും അവനെതിരെ വിളിച്ചിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം, അല്ല കഴിക്കാം ആ സമയത്ത്. ആ വിആറില്ലേ, ഒച്ച കൊള്ളായിരുന്നു, സാധനവും കൊള്ളായിരുന്നു പ്രോഗ്രസ്. പക്ഷേ ഈ അതിനകത്തുള്ള ഫീൽ എന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ അകത്തുള്ള ഫീലിംഗ്, ട്രെയിൻ അടിക്കുന്ന സൗണ്ട് ആയിരുന്നു. കൊള്ളാം കൊള്ളാം. എവിടുന്ന് കഴിക്കാൻ ആഹാരം? പുറത്തുനിന്ന് കഴിക്കാം. തമാശയായിരുന്നാ? ഞാൻ കരയണാ? അല്ല, ചിരിച്ചാൽ മതി. ഇനി ഇലക്ട്രോണിക് ഷോപ്പിൽ വന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടീമിന് 2 പവർ ബാങ്കിലും വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ക്യാമറയോ മൈക്കോലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഈ S24 ഇല്ലേ, ഈ ക്യാമറയ്ക്കകത്തോട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കളറൊക്കെ തോന്നും. പക്ഷെ അല്ലാതെ നോക്കുമ്പം എനിക്ക് തോന്നുന്നു ഐഫോണിൻ്റെ നല്ലത്. ഐഫോണിൻ്റെ ആണ് നല്ലത്. ഇത് എനിക്ക് തോന്നുന്നത് ഐഫോണിൻ്റെ തന്നെ നല്ലത്. ഈ S24 കാണാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു. എടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കൊരു പവർ ബാങ്ക് വയർലെസ് മേടിക്കാം. പിന്നെ വയർലെസ് ചാർജ് ചെയ്തിരുന്നാൽ പോലെ ഇടക്കിടക്ക്. ഇതാരോ കേടാക്കിയിട്ട് പോയി, ഇത് വർക്ക് ചെയ്യുന്നില്ല. നീ ചക്കെന്ന് പറയാൻ മാങ്ങയെന്നാണോ പറയുന്നത്? നല്ല കാര്യം, ഇങ്ങനെയാണ് പോയാൽ മതി. ഇതെന്തുകൂടെ കാണിക്കുന്നത്? അവിടെ തന്നെ വിളിച്ചിട്ട് വന്നിട്ട് ബെവറേജ് അല്ല, ബിവറേജ്. ബെവറേജിന്റെ ആവശ്യമുള്ള ചോദിക്കുന്നില്ല. ഇത് റെഡ് ബുൾ മസ്റ്റാണ്, എല്ലാ വീട്ടിലും വേണം. ഉണ്ട്, എല്ലാ വീട്ടിലും. അന്നൊക്കെ നീ അതെടുത്ത് വെക്കടാ വീട്ടില്. ഈ വോൾട്ടസിന്റെ എടുത്ത് കട തുടങ്ങുമ്പോൾ കട വേണ്ട, ചെറുത് വേണം. എടാ നമ്മുടെ വീട്ടിൽ അത്ര ഡ്രിങ്ക്സ് ഒരിക്കലും കാണത്തില്ല. നീ എന്തിനാ അത് മേടിക്കുന്നത്? എന്ത് പോകും, തണുത്തിരിക്കും ഡ്രിങ്ക്സ് ഒക്കെ. സ്ട്രീമിന്റെ പുറകെ വെക്കാൻ വേണ്ടിയാ വെറുതെ. തണുപ്പ് എല്ലാം 2 ലിറ്റർ ഒക്കെ വെക്കാൻ പറ്റുമോ? 2 ലിറ്റർ എങ്ങനെ വെക്കാം? 45 ലിറ്റർ കപ്പാസിറ്റി. 2 ലിറ്റർ വലിയ കുപ്പി വെക്കാൻ പറ്റും. ക്യാനല്ലടാ വെക്കുന്നതിനകത്ത്. വേസ്റ്റ് പർച്ചേസ് ആയിരുന്നു. ഇത് മേടിക്കും, ഇത് 2 ലിറ്റർ ഒക്കെ വെക്കാൻ. സോൾഡ് ഔട്ട് എഴുതി വെച്ചിരിക്കുന്നു. ആരെങ്കിലും മേടിച്ചാണോ? ആ താഴത്തെ ട്യൂബ് ഒന്നും ഞാൻ മേടിക്കുന്നില്ല കേട്ടോ. അല്ലെ തന്നെ ട്രാൻസ്പെറന്റ് ഗ്ലാസ് അല്ലേ വേണ്ടത്? പിടിച്ചാ കിട്ടത്തില്ല. മുട്ടയുടെ കേസ് ഫ്രീ വരും. നീ എന്തിനാ ഫ്രിഡ്ജ് ഒക്കെ നോക്കുന്നത്? ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ? രസമോ തുറന്നു നോക്കാം. ഓൺലൈൻ ഓർഡർ ചെയ്യാം വയർലെസ് ചാർജർ. ഇവിടെ അതൊക്കെ ഇപ്പൊ ഓർഡർ ചെയ്യും, നാളെ വരും. പ്രൈം മെമ്പർ ആയാ. ബാംഗ്ലൂരിലല്ല, നമ്മൾ ആലപ്പുഴയല്ലേ? ആലപ്പുഴ ആണെങ്കിലും വരും. നിന്നെ മൊട്ടത്തിൽ കൊള്ളാം കേട്ടാ. ഈ ചട്ടി മാറ്റണം. എന്തുവാ ഇത്? കുറെ നാളായി. എന്തായാലും ഇപ്പൊ കഴിക്കാൻ പോവാം. വാ കേറി. നീ എന്തിനാണ് എന്നെ ബാസ്കറ്റ്ബോൾ കോട്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഓൾറെഡി എന്റെ വയറ് തന്നിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ എന്നെ തോപ്പിക്കാൻ നിനക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. എന്നെ വയറ് നിറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഓടാൻ പറ്റത്തില്ല എനിക്ക്. ബുദ്ധിമുട്ടാ. നീ ബോൾ ഒപ്പിച്ചാ? കോച്ചിനോട് ചോദിച്ചു. ഡയറക്റ്റ് കളക്ഷൻ കിട്ടിയോണ്ട് ബോളും കിട്ടി. ഞാൻ തോപ്പിച്ച് എൻ്റെ സ്കില്ല് ഞാൻ 10-ന്ന് വേണമെങ്കിൽ ഒരു 3 കൊടുക്കും എനിക്ക്. എൻ്റെ സ്കില്ല് കുറേ പോയി. കുറേ നാളെ കളിച്ചിട്ട്, വർഷങ്ങളായി. കുറേ നേരമായിട്ട് പുറത്ത് കിടന്ന് ഇറങ്ങും. വീട്ടിൽ പോകാം. വീട് വീട്ടിൽ വന്ന ഉടനെ വന്നോ എൻ്റെ പുറകെ. മുള്ളരുത്, മുള്ളിയ ഇടി. പിന്നെയും ആ സമയം വന്നിരിക്കുവാണ് മാസത്തിലെ എൻ്റെ മുടി ഇനിയും നീട്ടി വളർത്തണോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ദിവസം. കഴിഞ്ഞ 6 മാസം 8 മാസമായിട്ട് ഈ സമയം വരുമ്പം ഞാൻ പിന്നെ കട്ട് ചെയ്ത് കളയും. പിന്നെ വിചാരിക്കും വളർത്തി ഇപ്രാവശ്യം എടുത്തിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. നേരത്തെ പറഞ്ഞാൽ കളർ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിറ്റ് ചെയ്യാൻ, ചെറുതായിട്ടൊക്കെ കേൾ കൊടുത്തൊക്കെ. ഇതൊക്കെ ഞാൻ ചിന്തിച്ച്. പക്ഷേ ഇപ്പം അറിയാൻ മേലടേ, നാളത്തേക്ക് വെട്ടിക്കളയണോ, ചെറുതാക്കിയേക്കണോ, കയ്യിൽ ഒതുക്കി എടുത്തേക്കണോ? ഗൈസ്, ഈ വീഡിയോ എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഇന്നിപ്പോൾ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല, ക്യാമറയും തീരുമാനമാക്കാൻ പറ്റിയില്ല. നമുക്ക് നാളത്തേക്ക് ഒരു തീരുമാനമാക്കണം. നാളെ അതല്ല വേറെയും കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഏത് വീഡിയോ ഇത്രയാണ്. നമുക്ക് നാളെ കാണാൻ. പീസ്.